കോഴി ഒരു തൊഴുത്തിൻ്റെ മോളിൽ കയറി ഇരിക്കുക. ഉണ്ണിക്കുട്ടൻ്റെയൊക്കെ വീട്ടില. ആ, വെള്ളം ആരാ എടുത്ത് വയ്ക്കുന്നത്? അമ്മയല്ലേ. നാളെ മുതൽ ഇന്ന് മുതൽ നീ ചെയ്തു. ബിരിയാണി, ഫ്രൈഡ് റൈസ്, കൊള്ളൂലത്തെ സാധനം. പുൽക്കൂടിൻ്റെ അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ ദീ അമ്മ, ഒരു കുഞ്ഞുവാവ. ഈശോയുടെ മക്കളെ, എല്ലാവരും എത്തിയോ? ദേ ടീച്ചറും വന്നിട്ടുണ്ടെന്നേ. തുടങ്ങണ്ടേ നമുക്കിന്ന് ക്ലാസ്? തുടങ്ങാം. ഒന്ന് എല്ലാവരും ഒന്ന് എഴുന്നേറ്റിന്നേ. നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. എല്ലാവരും എഴുന്നേറ്റിന്നേ. ഒന്ന് കൈകൾ കൂപ്പിപ്പിടിച്ച് കണ്ണുകൾ അടച്ചുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ആരോടാ? ഈശോയോട്. ഒന്ന് കണ്ണുകൾ അടച്ചു നിന്നേ. ഒന്ന് പ്രാർത്ഥിക്കാം നമുക്ക് എല്ലാവർക്കും. സ്നേഹമുള്ള ഈശോയെ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്നിട്ടുണ്ട് കേട്ടോ. അങ്ങയെക്കുറിച്ച് അറിയാനായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുണ്ടേ. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. ഞങ്ങൾ അറിയുന്നവ നന്നായി മനസ്സിലാക്കി തരണമേ. അത് മറ്റുള്ളവർക്ക് കൂടി പറഞ്ഞു കൊടുക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാവരും ഒന്ന് കണ്ണു തുറന്നേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അപ്പച്ചനും അമ്മച്ചിയൊക്കെ കൂടെ ഉണ്ടോ? ചേട്ടന് ചേച്ചിമാരൊക്കെ ഒന്ന് അവർക്കും കൂടി സ്തുതി കൊടുക്കുന്നേ. സ്തുതി പറയാം നമുക്കൊന്നിച്ച്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പോൾ എല്ലാവരും ഇരുന്നോ. തുടങ്ങാം നമുക്ക് ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ആരെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്? ആരെക്കുറിച്ചാണ്? ഒന്നാം പാഠത്തിൽ നമ്മൾ ആരെക്കുറിച്ചാണ് പഠിച്ചത്? അത് തന്നെ പറയുന്നത് തന്നെ, പിതാവായ ദൈവത്തെക്കുറിച്ചല്ലേ. ഒന്നാം പാഠത്തിൻ്റെ പേര് എന്തായിരുന്നു? അത് തന്നെ, നമ്മുടെ ദൈവം അല്ലേ, നമ്മുടെ സ്വന്തം ദൈവം അല്ലേ. അതായിരുന്നു നമ്മുടെ ഒന്നാം പാഠത്തിൻ്റെ പേര് അല്ലേ. അപ്പോൾ രണ്ടാം പാഠത്തിൻ്റെ പേര് എന്തായിരുന്നു? അത് തന്നെ, എല്ലാം സൃഷ്ടിച്ച ദൈവം അല്ലേ. എല്ലാം സൃഷ്ടിച്ച ദൈവം. പിന്നെ മൂന്നാം പാഠത്തിൻ്റെ പേര് നാം ദൈവമക്കൾ അല്ലേ. അതായിരുന്നു മൂന്നാം പാഠത്തിൻ്റെ പേര്. നാലാം പാഠത്തിൻ്റെ പേര് എന്തായിരുന്നു? അത് തന്നെ, പരിപാലിക്കുന്ന ദൈവം. അപ്പോൾ നമ്മുടെ ദൈവം, എല്ലാം സൃഷ്ടിച്ച ദൈവം, പിന്നെന്താണ്? നാം ദൈവമക്കൾ, പരിപാലിക്കുന്ന ദൈവം. ഈ 4 പാഠങ്ങളും നമ്മൾ പഠിച്ചത് ആരെക്കുറിച്ചാ? ദൈവത്തെക്കുറിച്ച്. ദൈവം നമ്മുടെ ആരാ? പിതാവ് അല്ലേ. സ്വർഗസ്ഥനായ പിതാവിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത് അല്ലേ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 5ാമത്തെ പാഠമാണ്. 5ാം പാഠത്തിൻ്റെ പേരാണ് എന്താണെന്നറിയാമോ? ദൈവം മനുഷ്യനായി പിറന്നു. എന്താണ്? ദൈവം മനുഷ്യനായി പിറന്നു. അതാണ് നമ്മുടെ 5ാം പാഠത്തിൻ്റെ പേര്. അപ്പോൾ ഒരു കഥ തുടങ്ങാം അല്ലേ. കഥയിൽ ഒരു കൂട്ടുകാരനുണ്ട്, പേര് ഉണ്ണിക്കുട്ടൻ. ഉണ്ണിക്കുട്ടൻ എന്നാ കൂട്ടുകാരൻ്റെ പേര്. ഒരു ദിവസം ഉണ്ണിക്കുട്ടൻ്റെ വീട്ടിൽ പൂവാലൻ കോഴി ഉണ്ടല്ലോ, പൂവൻകോഴി. കോഴി ഒരു തൊഴുത്തിൻ്റെ മോളിൽ കയറി ഇരിക്കുക. ഉണ്ണിക്കുട്ടൻ്റെയൊക്കെ വീട്ടില. അവിടെ നിന്ന് ഒച്ചത്തി വിളിച്ചു പറയാ, ഉണ്ണി പിറന്നു, ഉണ്ണി പിറന്നു. അപ്പോൾ ഉണ്ണിക്കുട്ടൻ നോക്കുക, ഇതെന്താ ഇങ്ങനെ പറയുന്നത്? അപ്പോൾ തൊഴുത്തിൻ്റെ താഴെ പൂവാലി പശു ഒക്കെ ഉണ്ടായിരുന്നേ. അവൾ ഉടനെ ചോദിച്ചു, എവിടെ എവിടെ? അപ്പോൾ വീണ്ടും പൂവൻകോഴി പറഞ്ഞു, ഉണ്ണി പിറന്നു, ഉണ്ണി പിറന്നു. പശു വീണ്ടും ചോദിച്ചു, എവിടെ എവിടെ? താഴെ നിൽക്കണ കിങ്ങിണിയോട് ഉടനെ പറയണേ, ബത്ലഹേം, ബത്ലഹേം. ഉണ്ണിക്കുട്ടൻ പെട്ടെന്ന് ഉണ്ണിക്കുട്ടൻ്റെ അമ്മ വന്നിട്ട് പറഞ്ഞു, ഉണ്ണിക്കുട്ടാ, നീ ഇപ്പോഴും കിടന്നുറങ്ങിയാണോ? പള്ളി പോണ്ടേ? അപ്പോഴാണ് ഉണ്ണിക്കുട്ടൻ ചാടി എഴുന്നേറ്റത്. എന്തായിരുന്നറിയാവോ? ഒരു സ്വപ്നം കണ്ടതാ. ഉണ്ണിക്കുട്ടൻ്റെ അമ്മച്ചി ഉണ്ണിക്കുട്ടനോട് വേഗം പറഞ്ഞു, അമ്മ, ഞാനൊരു സ്വപ്നം കണ്ട്. അപ്പോൾ ഉണ്ണിക്കുട്ട, എന്താടാ? അതേ അമ്മ,
ഞാനൊരു സ്വപ്നം കണ്ടു. എന്താണെന്നറിയാവോ? നമ്മുടെ തൊഴുത്തിൻ്റെ മുകളിൽ കയറി നിന്നിട്ടേ നമ്മുടെ പൂവങ്കോഴി ഒച്ചത്തി വിളിച്ചു പറഞ്ഞു ഉണ്ണി പിറന്നു. ആഹാ. എന്നിട്ട് അത് കഴിഞ്ഞപ്പോഴേ നമ്മുടെ പൂവാലി പശു ചോദിക്കുക എവിടെയാന്ന്. അപ്പൊ നമ്മുടെ കിങ്ങിണിയാടില്ലേ, കിങ്ങിണിയാട് പറയാ ബത്ലഹേമിലാണെന്ന്. ശരിയാണോ അമ്മ? ശരിയാണോ? നമ്മുടെ ഉണ്ണി പിറന്നത് ബത്ലഹേമിലാണോ? വെറുതെ അല്ലടാ, നിന്നോട് ഞാൻ പറഞ്ഞല്ലേ പള്ളി പോകാനുള്ളതാണ്, കിടന്നുറങ്ങരുതെന്ന്. വെറുതെ അല്ല, ഉണ്ണീശോ തന്നെയാണ് നിന്നെ വിളിച്ചത്. വാ പള്ളി പോകാം, പറഞ്ഞു തരാം നിനക്ക് കാര്യമെല്ലാം ഞാൻ പറഞ്ഞുതരാം. വേഗം പോയി ഉടുപ്പാറിയിട്ട് വാ. അപ്പച്ചൻ നിനക്ക് പുതിയ ഉടുപ്പൊക്കെ വാങ്ങിച്ചു തന്നിട്ടില്ലേ, പോയിട്ടിട്ട് വാ, നിനക്ക് പള്ളിയിൽ പോകാം. ഉടനെ തന്നെ ശരിയമ്മ. വേഗം എഴുന്നേറ്റ് ഉണ്ണിക്കുട്ടൻ കുളിച്ച് ഉടുപ്പൊക്കെ മാറി വേഗം ധൃതിയിൽ ഓടി അമ്മയുടെ അടുത്ത് വന്നു. അമ്മയും അപ്പച്ചനും അപ്പൂപ്പനും അമ്മൂമ്മയും ചേട്ടനും ചേച്ചിയൊക്കെ ആയിട്ട് ഉണ്ണിക്കുട്ടൻ പള്ളിയിലേക്ക് പോയി. പള്ളി ചെന്നപ്പോഴുണ്ടല്ലോ, അമ്മോ എന്തൊരു വലിയ ക്രിസ്മസ് ട്രീ. ഉണ്ണിക്കുട്ടൻ വേഗം അതിൻ്റെ ചുറ്റൊക്കെ ഒന്ന് നടന്നു നോക്കി. അമ്മോ ഇതെന്താ ഇത് ചുറ്റും ഇത് എന്തൊക്കെയായി തൂക്കിയിട്ടിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അമ്മ വേഗം തന്നെ ഉണ്ണിക്കുട്ടനോട് പറഞ്ഞു, ഉണ്ണിക്കുട്ടാ വാ നമുക്ക് പള്ളിയിൽ പോകണ്ടേ, വാ പള്ളിയുടെ അകത്തേക്ക് കയറാം. ഉണ്ണിക്കുട്ടനും അമ്മയും കൂടി പള്ളിയുടെ അകത്ത് കയറി. അമ്മ ഉണ്ണിക്കുട്ടനെ പുൽക്കൂടിനടുത്തേക്ക് കൊണ്ടുവന്നു. വേഗം തന്നെ ഉണ്ണിക്കുട്ടൻ ഓടിച്ചെന്ന് പുൽക്കൂടിൻ്റെ അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ ദേ അമ്മ ഒരു കുഞ്ഞുവാവ. അപ്പം അമ്മ പറഞ്ഞു, മോനെ ഇത് ഉണ്ണിയാണ്, ഇന്ന് ഒരു സുദിനമാണ്. ദൈവമായ കർത്താവ് മനുഷ്യനായി അവതരിച്ചൊരു ദിവസം. ഇന്ന് ക്രിസ്മസാണ്, ഉണ്ണീശോയുടെ ബർത്ത്ഡേ. അതാണിന്ന് ഡിസംബർ 25-ാം തീയതി. അന്ന് ഉണ്ണി ജനിച്ചെന്ന് ആകാശത്തൊരു അത്ഭുത നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടു. ആ നക്ഷത്രം നോക്കി ജ്ഞാനികളായ രാജാക്കന്മാർ വന്നു. അവരീശോയ്ക്ക് സമ്മാനങ്ങൾ നൽകി. അവർ മാത്രമല്ല വന്നത് കേട്ടോ, ആട്ടിടയന്മാരും വന്നിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കേട്ടുകൊണ്ട് ഉണ്ണിക്കുട്ടൻ ഉണ്ണീശോയെ വണങ്ങി. കാരണം എന്താണെന്നറിയാവോ? ദൈവം മനുഷ്യനായി പിറന്നതല്ലേ. ഉണ്ണിക്കുട്ടൻ കുർബാനയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോയി. വീട്ടിൽ പോയപ്പോൾ ഉണ്ണിക്കുട്ടൻ ഇങ്ങനെ ആലോചിക്കുക, അമ്മ ഉണ്ണീശോയ്ക്ക് എന്താ സമ്മാനം കൊടുത്തത്? അപ്പം അമ്മ പറഞ്ഞു, പൊന്നും മീറയും കുന്തിരിക്കുക രാജാക്കന്മാർ ഉണ്ണീശോയ്ക്ക് സമ്മാനം കൊടുത്തത്. ആണോ അമ്മ? ഞാൻ എന്ത് സമ്മാനമാണ് ഈശോയ്ക്ക് കൊടുക്കുക? അപ്പം അമ്മ പറഞ്ഞു, നീ എന്ത് സമ്മാനം കൊടുക്കാൻ പോകുന്നത്? ഞാൻ കുഞ്ഞല്ലേ അമ്മ, എൻ്റെ കയ്യിൽ എവിടെന്നാ എന്തേലും സമ്മാനം ഉണ്ടാകുന്നത്? പപ്പയോട് ചോദിച്ച് കാശ് വാങ്ങിച്ചാലല്ലേ എനിക്ക് സമ്മാനം കൊടുക്കാൻ പറ്റൂ. അപ്പം അമ്മ പറഞ്ഞു, അതെന്തിനാ ഉണ്ണിക്കുട്ടാ പപ്പയോട് കാശ് വാങ്ങിക്കണത്? നിനക്ക് സമ്മാനം കൊടുക്കാലോ. എനിക്ക് കൊടുക്കാൻ പറ്റുമോ? എന്ത് സമ്മാനം കൊടുക്കാൻ പറ്റുമെന്നേ പറഞ്ഞു തരട്ടെ അമ്മ. ഇപ്പോൾ മുതൽ ഉണ്ണിക്കുട്ടൻ നല്ല നല്ല കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്യണം. എന്നിട്ട് ഉണ്ണീശോയുടെ അടുത്ത് എന്ന് പറയണം, ഉണ്ണീശോയെ ദേ ഞാൻ ഈ കാര്യം ചെയ്തിട്ടുണ്ട് കേട്ടോ, ഈശോയ്ക്ക് ഒരു സമ്മാനം. അത് മതിയെന്നേ, അതാണ് ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സമ്മാനം. ശരിയാണോ അമ്മ? ശരിയാണ് ഉണ്ണിക്കുട്ടാ. ഇത് കേട്ടപ്പോൾ ഉണ്ണിക്കുട്ടന് എന്തായാലും ശരി, ഞാൻ ഇന്നു മുതൽ ഇപ്പം മുതൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യും. എന്ത് നല്ല കാര്യമാണ് ചെയ്യാൻ പോകുന്നേ അമ്മ? ഞാൻ എന്ത് നല്ല കാര്യമാണ് ചെയ്യാൻ പോകുന്നേ? അപ്പം അമ്മ പറഞ്ഞു കൊടുത്ത്, അമ്മ ഭക്ഷണം എടുത്ത് വെക്കാറില്ലേ? വെള്ളം ആരാ എടുത്ത് വയ്ക്കുന്നത്? അമ്മയല്ലേ. ഇന്ന് മുതൽ നീ ചെയ്തു. അത് നല്ല കാര്യമല്ലേ. പിന്നില്ലേ, കൂട്ടുകാരെങ്കിലും ഒന്ന് വീണാൽ അവർ ഓടിപ്പോയി എന്നിട്ട് വിളിച്ചെഴുന്നേൽപ്പിക്കാൻ പാടില്ലേ? പറ്റും. അതൊരു നല്ല കാര്യമല്ലേ. മൂത്ത ആൾക്കാർ വീട്ടിൽ വരുമ്പോൾ സ്തുതി കൊടുക്കാൻ പറ്റൂലേ? അതൊരു നല്ല കാര്യമല്ലേ. അപ്പൂപ്പൻ അമ്മൂമ്മയ്ക്ക് കറക്റ്റ് സമയത്ത് മരുന്നെടുത്ത് കൊടുക്കാൻ പറ്റൂലേ? എന്തോരം നല്ല, അയ്യോ എന്തോരം നല്ല കാര്യമാണ് അമ്മയെ ചെയ്യാൻ പറ്റുന്നേ. ഇതൊക്കെ ചെയ്തിട്ട് ഉണ്ണീശോയ്ക്ക് നീ സമ്മാനമായിട്ട് കൊടുക്കുന്നേ. ഉണ്ണീശോയ്ക്ക് അതാ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. ഉണ്ണിക്കുട്ടന് വലിയ സന്തോഷമായേ. ഉണ്ണിക്കുട്ടൻ ഇതങ്ങ് കേട്ട് കഴിഞ്ഞപ്പോഴേ, എന്തായാലും ശരി ഉണ്ണീശോയെ ഞാൻ എൻ്റെ കൂട്ടുകാരനായിട്ട് വിളിച്ചിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടേ ഒരു ഡാൻസ് ചെയ്തു അങ്ങോട്ട്, പാട്ട് പാടിയിട്ടേ. നമുക്ക് ആ പാട്ടൊന്ന് കേട്ട് നോക്കിയാലോ? പാടട്ടെ ടീച്ചർ? പാട്ട് ഇതാണ്, ഉണ്ണിയേശുവേ കൂടെ വരാമോ, കൂട്ടുകാരനായി കൂടെ വരാമോ.
കേട്ടോ. ഉണ്ണിയേശുവേ കൂടെ വരാമോ, കൂട്ടുകാരനായി കൂടെ വരാമോ, വീട്ടിൽ വരാമോ, എൻ്റെ സ്കൂളിൽ വരാമോ, കൂടെ വരാമോ, എൻ്റെ കൂട്ടുവരാമോ. അപ്പോൾ ഉണ്ണിക്കുട്ടൻ ആലോചിച്ചു, ചേട്ടാ ഉണ്ണീശോ വന്നാൽ ഞാൻ എന്ത് സാധനമാണ് കൊടുക്കുന്നേ? പച്ചവെള്ളം കൊടുത്താൽ മതി. ഇല്ല, ബിരിയാണി, ഫ്രൈഡ് റൈസ്, കൊള്ളൂലത്തെ സാധനം. പിന്നെ എന്താ കൊടുക്കുക? അപ്പോഴാണ് ഓർത്തത്, നമ്മൾ മലയാളികളല്ലേ സദ്യ കൊടുക്കുന്നേ, സദ്യ. പായസം പപ്പടമൊക്കെ ഉള്ള. അപ്പോൾ തന്നെ ഉണ്ണിക്കുട്ടൻ പാടി, പായസം തരാം വലിയ പപ്പടം തരാം, ഉണ്ണി വയറ് നിറയെ ചോറ് തന്നിടാം. നമുക്കിതൊന്ന് ആക്ഷൻ കാണിച്ചു നോക്കിയാലോ? കാണിക്കാം. ഉണ്ണിയേശുവേ കൂടെ വരാമോ, കൂട്ടുകാരനായി കൂടെ വരാമോ, ഉണ്ണിയേശുവേ കൂടെ വരാമോ, കൂട്ടുകാരനായി കൂടെ വരാമോ, വീട്ടിൽ വരാമോ, എൻ്റെ സ്കൂളിൽ വരാമോ, കൂടെ വരാമോ, എൻ്റെ കൂട്ടുവരാമോ. അടുത്ത ലൈൻ പാടാം. പായസം തരാം വലിയ പപ്പടം തരാം, ഉണ്ണി വയറ് നിറയെ ചോറ് തന്നിടാം. അത് കഴിഞ്ഞിട്ട് ഉണ്ണീശോ വന്നു. അപ്പം എന്ത് ചെയ്യുന്നറിയാമോ? ഉണ്ണീശോയുടെ കൈക്കങ്ങ് പിടിച്ചിട്ട് ലാ 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 ലാ. എങ്ങനെയുണ്ട് നമ്മുടെ പാട്ട്? കൊള്ളാം അല്ലേ? അപ്പോൾ ഉണ്ണിക്കുട്ടൻ്റെ ക്രിസ്മസ് നമ്മൾ കേട്ടോ അല്ലേ? എങ്ങനെയാണെന്നുള്ളത്. എങ്ങനെയായിരുന്നു? എവിടെയാ പോയത്? പള്ളിയിൽ പോയി ആരെയാ കണ്ടത്? ഉണ്ണിയെ കണ്ടല്ലേ? എന്ത് സുദിനമാണെന്നാണ് പറഞ്ഞത്? ദൈവം മനുഷ്യനായി പിറന്നു വന്നല്ലേ? ആരൊക്കെ കാണാൻ വന്നെന്ന് പറഞ്ഞു? രാജാക്കന്മാരും ആട്ടിടയന്മാരും. രാജാക്കന്മാർ എന്ത് കണ്ടുവന്നു എന്നാണ് പറഞ്ഞത്? നക്ഷത്രം കണ്ടിട്ടാണ് വന്നതെന്ന് പറഞ്ഞു അല്ലേ? അല്ലേ? എവിടെയാ ജനിച്ചത്? ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ അല്ലേ? അല്ലേ? അപ്പോൾ മനുഷ്യനായി പിറന്ന ഈശോയോട് നമുക്കൊന്ന് പ്രാർത്ഥിക്കണ്ടേ? പ്രാർത്ഥിക്കാം. ഒന്ന് എഴുന്നേറ്റ് കൈ പിടിച്ചേ. ഉണ്ണീശോയെ, എൻ്റെ കൂട്ടുകാരനെ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമേ. എന്നെ ഒരിക്കലും വിട്ടിട്ട് പോകല്ലേ. കണ്ണു തുറന്നേ. ഇപ്പോൾ പ്രാർത്ഥിച്ചാൽ മാത്രം മതിയോ? എന്താ ഒരു ഉറപ്പ് കൊടുക്കുന്ന എന്ത് സാധനമാണ്? എന്താ പറയുക? ഞാനൊരു പ്രതിജ്ഞ ചെയ്യും. എന്തു ചെയ്യും? ഉണ്ണീശോയ്ക്ക് വേണ്ടി ഞാൻ കൊച്ചു കൊച്ചു നല്ല കാര്യങ്ങൾ ചെയ്ത് സമ്മാനമായി കൊടുക്കും അല്ലേ? പിന്നെ എന്തു ചെയ്യും? പിന്നെ എന്തു ചെയ്യും? ഉണ്ണീശോയുടെ കഥകൾ കൂട്ടുകാർക്ക് കൂടി പറഞ്ഞു കൊടുക്കണേ. അപ്പൂപ്പനും അമ്മൂക്കും സ്തുതി കൊടുക്കാൻ മറന്നു പോകരുതേ അല്ലേ? വേറെ നല്ല എന്ത് കാര്യമോ പറഞ്ഞത്? കൂട്ടുകാരെ വീണാൽ ഒന്ന് എഴുന്നേൽപ്പിക്കാൻ മറന്നു പോകരുതേ. കഥ കേട്ടാൽ മാത്രം പോരാ, ഉണ്ണീശോയുടെ കൂടെ ആയിരിക്കുകയും ചെയ്യണം. എല്ലാവരും നല്ല കുട്ടികളായിട്ട് വളരുകയും ചെയ്യണം. സുഖമായിരിക്കുക, സന്തോഷമായിരിക്കുക, ഈശോയുടെ നല്ല ചക്കര മക്കളായിട്ടിരിക്കുക. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.